അഖിലും ആതിരയും ചെറുപ്പം മുതൽ തന്നെ അറിയുന്നവരാണ്. സ്കൂൾ കാലത്ത് തന്നെ ഇരുവർക്കും പ്രണയമുണ്ടായിരുന്നെങ്കിലും അത് തുറന്നു പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ ആതിര തന്നെയാണ് തന്റെ ഇഷ്ടം അഖിലിനോട് പറയുന്നത്. പിന്നീട് അവരുടെ പ്രണയം രഹസ്യമായി മുന്നോട്ട് പോയി. ഒരു ദിവസം ആതിരയുടെ വീട്ടുകാർ അവരുടെ പ്രണയം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. അന്ന് സാഹചര്യം കാരണം അഖിലിനെ ഇഷ്ടമല്ലെന്ന് ആതിര വീട്ടുകാരോട് പറഞ്ഞു. എന്നാൽ പിന്നീട് അഖിലിനെ വിളിച്ച് തനിക്ക് അവനെ തന്നെയാണ് ഇഷ്ടമെന്നും വീട്ടുകാർ അഹമ്മദാബാദിലേക്ക് അവളെ അയക്കുന്നതിന് മുമ്പ് അവന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് അവൾ പറഞ്ഞു. അഖിലിന് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ വാക്കുകൾ വിശ്വസിച്ച് ഒളിച്ചോടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇതിനായി കൂട്ടുകാരുടെ സഹായത്തോടെ ഒളിച്ചോടി വിവാഹം കഴിച്ച രാജേഷേട്ടനെ സമീപിച്ചു. ആദ്യം എതിർത്തെങ്കിലും അവരുടെ സ്നേഹം മനസ്സിലാക്കിയ രാജേഷ് ഒടുവിൽ സഹായിക്കാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കാനാണ് അവർ തീരുമാനിച്ചത്. പക്ഷെ അതിനായി താലി, സാരി, മറ്റു സാധനങ്ങളെല്ലാം വേണം. പണം കണ്ടെത്താൻ അഖിൽ ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ രാജേഷേട്ടൻ തന്നെ അവനെ സഹായിക്കുന്നു. വിവാഹ ദിവസം ആരും അറിയാതെ ആതിര വീട്ടിൽ നിന്നിറങ്ങി. തുടർന്ന് ഇരുവരും ക്ഷേത്രത്തിലെത്തി വിവാഹം കഴിച്ചു. എന്നാൽ വീട്ടുകാർ ഉടനെ തന്നെ ആതിരയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതിപ്പെടുന്നു. പോലീസ് അന്വേഷണം നടത്തി അഖിലിനെയും ആതിരയും കണ്ടെത്തി കോടതിയിൽ എത്തിച്ചു. കോടതിയിലെത്തിയ ആതിര സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. താനും അഖിലും വർഷങ്ങളായി പ്രണയത്തിലാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചതെന്നുമെല്ലാം. പക്ഷെ അപ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ആതിരയ്ക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന് എതിർഭാഗം വാദിക്കുന്നു. 6 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് 18 വയസ്സ് തികയൂ എന്ന് മനസ്സിലാക്കിയതോടെ കോടതി കേസ് മാറ്റിവെച്ചു. അതുവരെ ആതിരയെ മാതാപിതാക്കളുടെ കൂടെ അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആതിര അതിനെ ശക്തമായി എതിർത്തു. ഒടുവിൽ കോടതി അവളെ ചിൽഡ്രൻസ് ഹോമിലേക്ക് അയച്ചു. 6 ദിവസത്തിനു ശേഷം വീണ്ടും കോടതി ചേരുന്നതിന് മുമ്പ് അഖിലിനെ മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തി. എന്നാൽ അഖിലിനെ രക്ഷിക്കാൻ അവന്റെ ഉറ്റസുഹൃത്തായ ദീപക് ആ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നു. അവസാനം കോടതിയിൽ ആതിരയ്ക്ക് 18 വയസ്സ് തികഞ്ഞ ശേഷം ജഡ്ജി അവളുടെ തീരുമാനം ചോദിക്കുന്നു. ആതിര പറയുന്നത് എല്ലാവരും ഞെട്ടിക്കുന്നതാണ്. അച്ഛൻ തന്റെ റോൾ മോഡൽ ആയിരുന്നെങ്കിലും അഖിലിന്റെ കുടുംബത്തെ ജാതിയുടെ പേരിൽ താഴ്ത്തി സംസാരിച്ചപ്പോഴാണ് തനിക്ക് എല്ലാം മനസ്സിലായതെന്ന് അവൾ പറഞ്ഞു. അവൾക്ക് അഖിലിനോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം എന്ന് തുറന്നു പറയുകയും ചെയ്തു. ഒടുവിൽ കോടതി ആതിരയുടെ തീരുമാനം അംഗീകരിച്ച് അവളെ അഖിലിനോടൊപ്പം പോകാൻ അനുവദിച്ചു.